ഹലോ ഗൈസ്, ലെറ്റ്സ് ഗോ ടു പെരണ്ടപ്പള്ളി വാട്ടർഫാൾസ്. അപ്പോൾ നമ്മൾ പോകാൻ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. റെഡ് സെറ്റ് ഗോ ഗൈസ്. അപ്പം ഞങ്ങൾ വീക്കെൻഡായിട്ട് പെരണ്ടപ്പള്ളി ഫോറസ്റ്റ് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു സ്പോട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് 16 കിലോമീറ്ററേ ഉള്ളൂ. ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു കുറഞ്ഞ 30 കിലോമീറ്റർ. കിടില സ്പോട്ടാണ് എന്ന് ഗൈസ് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് തിക്ക് തിരക്കൊന്നുമില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയാണ്. പക്ഷെ പോകുന്ന വഴി ഫുള്ള് ഭയങ്കര കിടിലാണ് ഗൈസ്. നമ്മളിവിടെ ഒരു ഊഞ്ഞാല് കണ്ട കാരണം ചായ അടിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷെ ഫണ്ണാണ് ഗൈസ്. ഊഞ്ഞാലിൽ കയറിയപ്പോൾ അവിടെ കുറേ ചെക്കന്മാരുന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് പോകുന്നു. അവൻ പോകാൻ പറയാൻ ഊഞ്ഞാല് കണ്ട് വണ്ടി നിർത്തി ഞങ്ങൾ മൂഞ്ചിപ്പോയി ഗൈസ്. പിന്നെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഗൂഗിൾ മാപ്പ് നോക്കി പോയി. ഗൂഗിൾ വെച്ച് നമ്മളെ ചതിച്ചിരിക്കുകയാണ്. നമുക്ക് അതുകൊണ്ട് അങ്ങേ അറ്റമായിരുന്നു വരേണ്ടത്. പക്ഷെ നമ്മളെ കൊണ്ട് എത്തിച്ചേക്കുന്നതാണ്ട് ഇവിടെ ഒരു ഇതുമില്ലാതെ. ഇവിടെ കുറേ റൈഡേഴ്സൊക്കെ പോകുന്നുണ്ട്. അത് വിശ്വസിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ചതിച്ചു ഗൈസ്, ചതിച്ച്. ഗൂഗിളിനെ വിശ്വസിച്ച് വരരുത്. പെരണ്ടപ്പള്ളി വാട്ടർഫാൾസ് നിന്ന് ആരെങ്കിലും ഗൂഗിളിൽ പെരണ്ടപ്പള്ളി ഫോറസ്റ്റ് വാട്ടർഫാൾസ് നിന്ന് ഇട്ട് വരുവാണെങ്കിൽ തെറ്റാണ് ഗൈസ്. ആ റൂട്ട് വരരുത്, അത്ര തന്നെ. വെരി ബാഡ്, ഒന്നും പറയാനില്ല. ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിലിട്ട് ആ എക്സാക്ട് ലൊക്കേഷനിലിട്ടാണ് ഗൈസ് വന്നത്. ഇതൊക്കെ ആ വന്ന സ്പോട്ട് തന്നെയാണ്. വരുന്ന വഴിയെല്ലാം കിടിലം തന്നെ. പക്ഷെ നമുക്ക് ഇതിലേ എളുപ്പമുള്ള സ്പോട്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കാണിച്ചില്ല ആ വെള്ളത്തിൻ്റെ അവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം നടക്കണം. അത് ഫുൾ ഓഫ് റോഡാണ് ഗൈസ്. കാറൊന്നും ഇറങ്ങത്തില്ല, ബൈക്ക് മാത്രമേ ഇറങ്ങത്തുള്ളൂ. ഞങ്ങൾ ആ വന്ന വഴി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫുൾ ഓഫ് റോഡായിരുന്നു, ഒരു 3 കിലോമീറ്ററോളം. അതിനുശേഷം നമ്മൾ അവിടുന്ന് ആ ലൊക്കേഷനിലോട്ട് കുറച്ച് നടക്കണമായിരുന്നു ഗൈസ്. നടന്ന് വേണം നമ്മൾ പോകാൻ. അത് എത്രത്തോളം സേഫ് ഉണ്ട്, അവിടെ എത്ര ആൾക്കാരുണ്ടോയെന്നൊന്നും അറിയത്തില്ല. അത് നമ്മൾ നടന്ന് പോവാതെ അടുത്ത ലൊക്കേഷൻ പിടിച്ചു. അവനറിയാവുന്ന നമ്മുടെ ഗവൺമെൻറ് ബസ്സൊക്കെ പോകുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട് ഗൈസ്. അങ്ങനെ ആ ലൊക്കേഷൻ തപ്പി നമ്മൾ ഇവിടുന്ന് പിന്നെ ഇറങ്ങി തിരിച്ച് വന്ന വഴിയിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വന്ന വഴി പോയി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് റൂട്ട് പിടിച്ചെന്ന് വെച്ചാൽ ഹോസൂരിൽ ദക്ഷിണ തിരുപ്പതി എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട് ഗൈസ്. ആ ഒരു റൂട്ടാണ് പിടിച്ചത്. അതാകുമ്പോൾ നമുക്ക് അങ്ങ് എൻഡ് വരെ നമുക്ക് കാറും ബസ്സും ഇല്ല, ബസ് പോകത്തില്ലെന്ന് തോന്നുന്നു. ഗവൺമെൻറ് ബസ് പാതി ആ ദക്ഷിണ തിരുപ്പതി അമ്പലത്തിൻ്റെ ആ മേളി വരെ എത്തും, അല്ലാതെ ഫുള്ള് പോകത്തില്ല. നമ്മളാണെങ്കിൽ റോഡ് ഇങ്ങനെ പോയി. പിന്നെ അവിടുന്ന് നമുക്ക് ആ ഒരു മെയിൻ റോഡ്, ഒരു പാലമൊക്കെ ഉണ്ട് ഗൈസ്. ആ പാലമൊക്കെ കടന്ന് നമ്മൾ പിന്നെ ഒരു ഓഫ് റോഡാണ്. ഒരു 2-2.5 കിലോമീറ്റർ താണ്ട് ഗൈസ്. താണ്ട് ഈ കാണുന്ന ഈ റോഡാണ്, ഫുൾ ഓഫ് റോഡാണ്. പക്ഷെ റോഡ് അത്ര മോശമൊന്നുമല്ല ഗൈസ്, നല്ല റോഡാണ്. പക്ഷെ മറ്റേ റോഡുണ്ടല്ലോ, ഞങ്ങൾ ആദ്യം തെറ്റിപ്പോയ റോഡ്, അത് ഭയങ്കര മോശമുള്ള റോഡാണ് ഗൈസ്. ഫുള്ള് കല്ലും അതും ഇതും. നോർമലി വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ ഭയങ്കര പ്രയാസമാണ്. അങ്ങനത്തെ ഒരു റോഡായിരുന്നു. പക്ഷേ ഈ വഴി നല്ല സ്മൂത്താണ്. 2 സൈഡും നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഈ ആറോ പുഴ എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡ് റിസർവയർ. അങ്ങനെ നമ്മൾ കുറച്ച് 2 കിലോമീറ്റർ കഴിഞ്ഞെത്തി നമ്മുടെ സ്പോട്ട് എത്തുവാണ് ഗൈസ്. കിടിലം വെച്ചാൽ കിടിലം വ്യൂ ഗൈസ്. അപ്പം നമ്മൾ ഫൈനലി ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. പൊളി. ചെന്ന് കണ്ടപ്പോഴേ കിടിലൻ സ്പോട്ടാണ് ഗൈസ്. അധികം തിരക്കൊന്നുമില്ല. പക്ഷേ മഴ കാരണം ഒഴുക്ക് ഭയങ്കര കൂടുതലാണ് ഗൈസ്. കാരണം അതുകൊണ്ട് നമ്മൾ അത്രത്തോളം സേഫ്റ്റി ആയിട്ട് നമ്മൾ അടുത്ത് നിന്ന് മാത്രമേ കുളിക്കാൻ പാടുള്ളൂ. അതാണ്ട് ഈ കാണുന്ന ആ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നില്ല ഗൈസ്. അതിൻ്റെ സൈഡിൽ കൂടെ ചെക്കന്മാർ നടന്ന് അപ്പുറത്തെ കാട്ടിനകത്തൊക്കെ പോയി വെള്ളം അടിക്കാനൊക്കെ പോയി ഗൈസ്. இதில் ஒழிஞ்சுன்னா கண்டிப்பாக செத்துடலாம், கன்ஃபார்ம் 100%. ஆழம் இல்லை, பாறை. എങ്ങനെ ഇറങ്ങിയും പ്രയോജനമില്ല. നമ്മൾ ആദ്യം ആ ഫ്രണ്ടിൽ കുളിക്കാനാണെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോൾ അവിടെ കുറച്ച് പേര് കുളിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വിചാരിച്ച് വേറെ ഇപ്പുറത്തോട്ട് മാറി ആ സൈഡിലോട്ട് ഒന്ന് കുളിക്കുന്നു. അപ്പം കാരണം അവിടെ കുറച്ച് പേര് കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ചെക്കന്മാർ അപ്പുറത്തെ സൈഡിലോട്ട് പോയി. അമ്മമാരാണ് ഗൈസ്. അമ്മമാരും പിന്നെ വേറെ ആൾക്കാരൊക്കെ അങ്ങ് സൈഡിലോട്ട് പോയി ഇന്ന് നടന്ന് കയ്യിൽ കവർ കുപ്പിയൊക്കെ ആയിട്ട് അങ്ങേ സൈഡിൽ കാട്ടിനകത്ത് ആ കാണുന്ന കാട്ടിൽ പോയിരുന്നു കുടിക്കുന്നത്. എങ്ങനെ പോകുന്നതുകൊണ്ട് ഇവരിത്ര സേഫ്റ്റി ഇല്ല. നമുക്ക് കണ്ട് ഇത്രയും ദൂരം കയറി ഇരുന്നപ്പോഴേ എനിക്ക് തന്നെ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ട് ഭയങ്കര ഒഴുക്കിൽ പെട്ട് പോകുന്ന പോലെ അതൊക്കെ കണ്ട് പേടിച്ചാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു മഴയൊക്കെ വന്ന് അങ്ങനെ അടിപൊളിയായിരുന്നു ഗൈസ്. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. വീക്കെൻഡിൽ നമുക്ക് നല്ല ഫണ്ണായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അധികം തിരക്കില്ല.
ഇച്ചിരി ഓഫ് റോഡിലൊക്കെ പോയി നമുക്ക് നടന്നു വരാൻ പറ്റുന്ന ട്രക്ക് ചെയ്ത് വരുന്നവർക്ക് ട്രക്ക് ചെയ്ത് വരാം. അതിനാണ് ഞാൻ പറഞ്ഞ റൂട്ട്. അങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ സാധനം. പരണ്ടപ്പള്ളി ഫോറസ്റ്റ് വാട്ടർഫാൾ ബാംഗ്ലൂരിൽ നിന്നും വളരെ അടുത്താണ്. ഹോസൂരുള്ളവർക്കും വളരെ അടുത്താണ്. അധികം തിരങ്ങാണ്ടില്ല, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി മഴ പെയ്യാണ്ട് നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ് ഗൈസ്. ഗൈസ് അപ്പോൾ ലൊക്കേഷൻ പരണ്ടപ്പള്ളി ഫോറസ്റ്റ് വാട്ടർഫാൾസ് വയ ദക്ഷിണ തിരുപ്പതി റൂട്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ എത്രയേ ഉള്ളൂ.